ഹായ് ഗൈസ്, ഇറ്റ്സ് പൂജ. ചെറിയ കോൾഡ് ഉണ്ട്, അതുകൊണ്ട് സൗണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഗൈസ്. കോയമ്പത്തൂർ ടു പാലക്കാട് പോകുന്ന ഹൈവേ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തിനാണെന്നല്ലേ, എൻ്റെ മോൻ വേദുവിനെ എഴുത്തിനിരുത്താൻ. തലേദിവസം തന്നെ വേദുവിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടോ, സോ ദാറ്റ് രാവിലെ എഴുന്നേറ്റ് അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടേ. അമ്പലത്തിൽ പോയ അപ്പം തുടങ്ങിയിട്ട് ചെക്കൻ ഒരേ കളിയായിരുന്നു കേട്ടോ. പിന്നെ ക്യൂ ഒക്കെ കടന്ന് എഴുത്തിനിരുത്തി. ചില കുഞ്ഞുങ്ങളെ പോലെ നമ്മുടെ തരുണിമണിക്ക് പ്രത്യേകിച്ച് പേടിയോ കരച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വേദു നല്ലോണം എൻജോയ് ചെയ്തു. ഞാനും ഹസ്ബൻഡും ഒക്കെ ചെറുതായിട്ട് ഇമോഷണൽ ആയി ഗൈസ്. ലൈഫിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയാമല്ലോ. എഴുത്തൊക്കെ കഴിഞ്ഞ് ദാ കുട്ടി പിന്നെയും ഓട്ടവും ചാട്ടവും. ഈ കാണുന്നത് ഊഞ്ഞാലാണെന്ന് വിചാരിച്ച് കുട്ടി ആടാൻ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ എത്ര നോക്കിയിട്ട് ആടാൻ കിട്ടാതായപ്പോൾ അവൻ ഒരൊറ്റ ഓട്ടമായിരുന്നു ഗൈസ്. പേടിക്കേണ്ട, ഈ വീഴ്ച പതിവാണ്. ഇപ്പതാ പുലിക്കുട്ടി എഴുന്നേറ്റ് ഇതൊക്കെ എന്തെന്നും പറഞ്ഞ് വീണ്ടും കൂടെ ഓടും. കളിച്ച് കളിച്ച് പിന്നെ അവനെ പിടിക്കാൻ കിട്ടാത്ത അവസ്ഥ എത്തിയപ്പോൾ ഹസ്ബൻഡ് പോയി തൂക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്നു. അപ്പോഴും ദാ അവൻ ഈ കാണുന്ന ആനക്കുട്ടിയുടെ കൂടെ ഒരേ കളിയായിരുന്നു. പിന്നെ ഈ കാണുന്ന ഞങ്ങളുടെ പറക്കട്ടാവ് ഭഗവതിയോട് ടാറ്റയൊക്കെ പറഞ്ഞ് കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് മെല്ലെ കുട്ടിയും ഡാഡിയും ഫ്രണ്ടിലും ആസ് യൂഷ്വൽ ഞാൻ പുറകിലും നടന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗായ്സ്. പിന്നെ എൻ്റെ ഈ അരോചകമായ സൗണ്ട് ഇത്ര നേരം കേട്ടതിന് വളരെ നന്ദി. താങ്ക് യു, ബൈ.